ഇടുക്കി ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇടവിട്ട് അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ അർദ്ധരാത്രിയും പുലർച്ചെയുമായി പല മേഖലകളിലും അതിശക്തമായ മഴ പെയ്തിരുന്നു. മഴ തുടരുന്നതിനാൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാത്രികാല യാത്രയ്ക്കും വിനോദസഞ്ചാരികൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും തുടരുകയാണ്. മലങ്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ നിലവിൽ തുറന്നിരുന്ന 5 ഷട്ടറുകൾ 3 1 സെന്റിമീറ്റർ കൂടി ഉയർത്തി. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴ മുന്നറിയിപ്പുണ്ട് എങ്കിലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം ഈ വിനോദസഞ്ചാര മേഖലകളിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം എത്രത്തോളം ജാഗ്രതാ നിർദ്ദേശവുമാണ് ജില്ലാ ഭരണകൂടം നിലവിൽ തുടരുന്നത്? തീർച്ചയായും ഇടുക്കി ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുകയാണ്. അതേസമയം ജില്ലയിൽ നിലവിൽ മഴ മാറി നിൽക്കുന്നു. അന്തരീക്ഷം മാനം തെളിഞ്ഞിട്ടുണ്ട്, കാർമേഘങ്ങൾ മാറിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വയ്ക്കുന്നത്. പ്രധാനമായും ജില്ലയുടെ പല മേഖലകളിലും ഇന്നലെ അർദ്ധരാത്രിയിലും ഇന്ന് പുലർച്ചെയും അതിശക്തമായ മഴ പെയ്തിരുന്നു. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ പല മേഖലകളിലും മഴ ഇനിയും പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പല പ്രദേശങ്ങളിൽ പ്രധാനമായും നേര്യമംഗലം, അടിമാലി വനപാതയിൽ ഉൾപ്പെടെ മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരണം എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. നിലവിൽ ഇടുക്കി ജില്ലയിലെ 4 ഡാമുകളിൽ, ചെറു ഡാമുകളിൽ ഈ റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. നിലവിൽ മലങ്കര ജലാശയത്തിലാണ് നിലവിൽ റെഡ് അലേർട്ട് കൂടുതലായി ഉള്ളതും അല്ലെങ്കിൽ അവിടെ നിന്ന് ജലം കൂടുതലായി പുറത്തേക്ക് ഒഴുക്കുന്നതും. 5 ഷട്ടറുകൾ തുറന്നാണ് മലങ്കര ജലാശയത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് മുമ്പ് ഒഴുക്കിയിരുന്നത്. എന്നാൽ നിലവിൽ ഈ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി, ഇതിൽ 3 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. മലങ്കര ജലാശയത്തിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടുകൂടിയാണ് ഈ ഒരു നടപടി KSEB സ്വീകരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ മൂവാറ്റുപുഴയാറിൻ്റെയും തൊടുപുഴയാറിൻ്റെയും തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ ഈ 2 നദികളിലും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. മഞ്ഞ അലേർട്ടാണ് നിലവിൽ ഈ 2 നദികളിലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കല്ലാർകുട്ടി ഡാമിൻ്റെ ഷട്ടറുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതിശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഏകദേശം 180-ലധികം ആളുകൾ അന്തേവാസികൾ താമസിക്കുന്നുണ്ട്. ഇവരെ നിലവിൽ ഇവിടെ താമസ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് പറഞ്ഞുവിടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. പ്രധാനമായും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അവിടെ ഈ ഇടവിട്ടുള്ള മഴ തുടരുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ അതിൻ്റെ ദുരന്തം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മണ്ണിടിയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ, അതായത് മഴ പൂർണ്ണമായും മാറി എങ്കിൽ മാത്രമേ, ഈ അലേർട്ടുകളിൽ വ്യത്യാസം വന്നെങ്കിൽ മാത്രമേ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ വീടുകളിലേക്ക് അയക്കാൻ കഴിയൂ എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇടുക്കി ഡാമിലേക്കും അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിലേക്കുമുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയും ജലനിരപ്പ് ഉയരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിലും താഴെയാണ് എന്തായാലും ഇടുക്കി ഡാമിലെയും മുല്ലപ്പെരിയാർ ഡാമിലെയും ജലനിരപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 ഡാമുകളിലും ആശങ്കപ്പെടേണ്ട സാഹചര്യവും നിലവിലില്ല. ശരി, ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.